മിഡിൽ ഈസ്റ്റിൽ നിന്നും വീണ്ടും ശക്തമായ യുദ്ധമുഴക്കം. ശാന്തത താൽക്കാലികം മാത്രമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതിരൂക്ഷമായിട്ടുള്ള പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് ഇറാന് താങ്ങാൻ കഴിയാത്ത വൻ തിരിച്ചടിയാകും എന്ന കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രംഗത്തെത്തി. അടുത്തത് ഞങ്ങളുടെ ഊഴമാണ്, ഇറാനെ ഞങ്ങൾ അതിശക്തമായി തന്നെ ആക്രമിക്കും എന്ന ട്രംപിന്റെ വാക്കുകൾ ലോകത്തിന് മുഴുവൻ നടുക്കിയിരിക്കുകയാണ്. തങ്ങളുടെ സേനയ്ക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾക്ക് പലിശ സഹിതം തിരിച്ചടി നൽകാനാണ് വൈറ്റ് ഹൗസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ IRGCയുടെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ ഉൽപാദന യൂണിറ്റുകൾ, തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നേരെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് കനത്ത വ്യോമാക്രമണം നടത്തിക്കഴിഞ്ഞു. ഇറാനിലെ ഖുസസ്താൻ പ്രവിശ്യയിലും കേഷ്മ ദ്വീപിലും വൻ സ്ഫോടനങ്ങളാണ് അമേരിക്കൻ വ്യോമസേന സൃഷ്ടിച്ചത്. എന്നാൽ ഈ ശക്തമായിട്ടുള്ള തിരിച്ചടിയിലും പാഠം പഠിക്കാത്ത ഇറാൻ ഹോർമൂസ് കടലിടുക്കിന് സമീപം 3 എണ്ണക്കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി എന്ന വിവരം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തലും നയതന്ത്ര ചർച്ചകളുമാണ് ഇതോടെ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ഈജിപ്തിലെ ഡാമിയറ്റ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള വാതകപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതാണ് അമേരിക്കയെ വീണ്ടും ഇപ്പോൾ പ്രകോപിപ്പിച്ചത്. ഇതിനു പിന്നിൽ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളാണ് എന്ന് വ്യക്തമായതോടെയാണ് ട്രംപ് ഭരണകൂടം തങ്ങളുടെ നിലപാട് കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ സൈനികർക്കോ തന്ത്രപ്രധാന ആസ്തികൾക്കോ നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണവും വൻ ദുരന്തത്തിൽ കലാശിക്കും എന്ന് വാഷിംഗ്ടൺ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതുമാണ്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തങ്ങളുടെ ഇഷ്ടാനുസരണം മാത്രം മതിയെന്ന ഇറാന്റെ അഹങ്കാരപരമായിട്ടുള്ള നിലപാടാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത് എന്ന് തന്നെ പറയാം. ആഗോള വിപണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഈ സുപ്രധാന സമുദ്രപാതയെ തടസ്സപ്പെടുത്തി ലോക സമ്പദ് വ്യവസ്ഥയെ ബന്ദിയാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. തങ്ങളുടെ അനുമതിയില്ലാത്ത റൂട്ടിലൂടെ വന്നു എന്ന ഒറ്റ കാരണത്താൽ, ആ ഒരു സാങ്കേതിക കാരണം പറഞ്ഞാണ് ഇറാൻ എണ്ണ കപ്പലുകളെ വീണ്ടും ലക്ഷ്യമിടുന്നത്. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ആഗോള എണ്ണ വിപണിയെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇന്ധന സുരക്ഷയും നേരിട്ട് ബാധിക്കുന്ന വലിയൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. തങ്ങൾക്കെതിരെ പ്രകോപനം തുടരുന്ന ഇറാനെതിരായ സാമ്പത്തിക നാവിക ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ട്രംപ് തയ്യാറെടുക്കുകയാണ്. ഇതോടൊപ്പം മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാനുള്ള നീക്കങ്ങളും ഊർജിതമായി നടക്കുന്നുണ്ട്. സമാധാന ചർച്ചകളുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും ഡൊണാൾഡ് ട്രംപ് നേരിട്ട് കടുത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെ പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധത്തിന്റെ ഭീതി നിഴലിക്കുകയാണ്. അമേരിക്കയുടെ അടുത്ത പ്രഹരം ഇറാന്റെ സൈനിക ശക്തിയുടെ അടിത്തറ തന്നെ തകർക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് ആഗോള സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കേരളം.